സിറ്റിയുടെ ആനിമൽ ക്യൂബ് കോമ്പറ്റീഷൻ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ മത്സരാർത്ഥികൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആശംസകൾ. വേഗം വരൂ ഗൈസ്, ഇല്ലെങ്കിൽ കോമ്പറ്റീഷൻ പെട്ടെന്ന് തുടങ്ങിപ്പോകും. കുട്ടികളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സൺസിറ്റിയിൽ ഇതുപോലൊരു കോമ്പറ്റീഷൻ നടക്കുന്നത്. വരൂ, നമുക്കകത്ത് കയറി നോക്കാം. ഇതെന്താ? എന്റെ എല്ലാം ശരിയായതായിരുന്നല്ലോ. എന്റെ അടിച്ചതുപോലല്ലോ. ഞാനിനി എന്താ ചെയ്യാ? ഹലോ ജയ്സിംഗ് ജി, ഞാൻ ഒരുപാട് നേരം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഹലോ രുദ്ര, ഇന്നാ പിടിച്ചോ നിന്റെ ക്യൂബ്സ്. നിങ്ങൾ ആ ടേബിൾ ചെന്നിരുന്ന് അത് സോൾവ് ചെയ്യാൻ നോക്ക്. ഒരു കാര്യം മറക്കരുത്, ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾ സോൾവ് ചെയ്ത് തീർത്തിരിക്കണം. മനസ്സിലായല്ലോ? ബെല്ലറിംഗ് ആയതും ടൈം അപ്പ് എന്ന് അർത്ഥം. ജയ്സിംഗ് ജി, നിങ്ങൾ എന്റെ ഒപ്പം എന്റെ റൂമിലേക്ക് വരൂ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിമ്പിൾ ട്രിക്സ് ഉള്ള ക്യൂബ് ഗെയിംസ് മാത്രമാണ്. എന്റെ റൂമിലേക്ക് വരൂ, അവിടെയാണ് യഥാർത്ഥ കളിയുള്ളത്. ജയ്സിംഗ് ജി, ഇപ്പൊ നിങ്ങൾ ഈ ക്യൂബ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കുക. ഇന്ന് വരെ എനിക്കല്ലാതെ വേറെ ആർക്കും ഇത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ശരി, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹലോ ജയ്സിംഗ് ജി, എന്റെ പേര് ചിമ്പു. ഞാൻ ക്യൂബ് മജീഷ്യന്റെ അസിസ്റ്റന്റ് ആണ്. നിങ്ങൾ എന്തുമാത്രം ശ്രമിച്ചാലും ശരി, ഈ ക്യൂബ് ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? സെറ്റ് ചെയ്യാം, പക്ഷെ സമയമെടുക്കും. ഞാനിത് തീർച്ചയായും സെറ്റ് ചെയ്തിരിക്കും. ജയ്സിംഗ് ജി, നിങ്ങൾ വിചാരിക്കുന്നതിൽ അത്ര നിസ്സാരമുള്ള കാര്യമല്ല ഇത്. ഇന്ന് വരെ ഈ സാധാരണമായ ആൾക്കാർക്ക് മാത്രമല്ല, ഒരു സൂപ്പർ മജീഷ്യനും ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിത് മാജിക്ക് കൊണ്ട് സെറ്റ് ആക്കണമെങ്കിൽ 1 മിനിറ്റ് മതി. എന്താ ജയ്സിംഗ് ജി, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ മാജിക് പവർ കൊണ്ട് പോലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്താലും ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വീണ്ടും നോർമലായിട്ടൊന്ന് ട്രൈ നോക്ക്. സാധാരണ കാര്യങ്ങൾക്കൊന്നും ഞാൻ മാജിക്ക് യൂസ് ചെയ്യാറില്ല. പക്ഷേ നിനക്കത് മനസ്സിലാക്കി തരാനായിട്ട് മാജിക്ക് യൂസ് ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ ഇത് സെറ്റാക്കി കാണിച്ചു തരാം. എന്റെ പ്ലാൻ വർക്കൗട്ടായി. ക്യൂബ് സീനറി ക്രിയേറ്റർ. ജയ്സിംഗ് ജി, നിങ്ങൾ ചീറ്റിംഗ് ചെയ്താണ് ക്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചീറ്റിംഗ് ചെയ്യുന്നവരെ എനിക്ക് കാണുന്നത് പോലെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു പോയില്ലേ, ഇപ്പൊ അതിനായുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ചിമ്പുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മാജിക്ക് കൊണ്ട് സെറ്റ് ആകുമെന്നാണ്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ കണ്ടത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ ചീറ്റിംഗ് ചെയ്താണ് ഈ ക്യൂബ് സെറ്റ് ചെയ്തത്. ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കില്ല. പക്ഷെ അത് തെറ്റാണ്.
രുദ്ര രുദ്ര അവിടെ അവിടെ മുത്തശ്ശൻ മുത്തശ്ശൻ അവിടെ അവിടെ ഒരു ക്യൂബില് ഞാൻ കണ്ടതാ. രംഗില, നീ എന്തിനാ ഇത്രയും പേടിച്ചിരിക്കുന്നത്? മുത്തശ്ശന് എന്താ പറ്റിയത്? രുദ്ര, ഞാൻ കണ്ടത് മുത്തശ്ശൻ ഒരു പാർട്ടികളായിട്ട് മാറിയിട്ട് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. വാ. എന്ത്? മുത്തശ്ശ, മുത്തശ്ശ, നിങ്ങൾ എവിടെയാണ്? ചേടാ കുട്ടികളെ, എന്താ പറ്റിയത്? എന്തിനാണ് നിങ്ങൾ ഇത്രയും ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? ഞങ്ങളുടെ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. രംഗില ഞങ്ങളോട് പറഞ്ഞു, അതായത് മുത്തശ്ശൻ ക്യൂബിന്റെ അകത്തേക്ക് പോയത് കണ്ടെന്ന്. ജയ്സിനെ കൊണ്ട് ക്യൂബ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ മാജിക് ഉപയോഗിച്ച് കളിക്കാമെന്ന് പറഞ്ഞു. എന്നാലും ഈ ക്യൂബ് സെറ്റ് ആവില്ലെന്ന് ഞാൻ പറഞ്ഞതാ. എന്നാലും അദ്ദേഹം മാജിക് പവർ യൂസ് ചെയ്ത് ക്യൂബ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് സെക്കൻഡുകൾ മാത്രം മതിയെന്നാ എന്നോട് പറഞ്ഞത്. നീ അത് കേട്ടായിരുന്നു രുദ്ര? ജയ്സിംഗ് ജി മാജിക് ഉപയോഗിച്ചാണ് ക്യൂബ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ക്യൂബ് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണോ അത് ചെയ്തിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ നിന്റെ മാജിക് പവേഴ്സ് യൂസ് ചെയ്ത് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കേ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ മുത്തശ്ശനെ പറ്റിച്ചിരിക്കുകയാണ്. ഞാൻ രുദ്രയാണ്. അദ്ദേഹം അവിടെ കുടുങ്ങി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശന്റെ ഇമേജ് എന്താ ബോസ്, അവൻ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരാണല്ലോ. അവനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുത്തശ്ശ, നീ ഇത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും എല്ലാം വേസ്റ്റ് ആയി പോയല്ലോ രുദ്ര. നിന്റെ മുത്തശ്ശൻ ഇനി ഒരിക്കലും ആ ക്യൂബിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അദ്ദേഹത്തിന്റെ കഥ അവസാനിച്ചു. അടുത്തതായിട്ട് പോവേണ്ടത് അത് നീയാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ ലോകമെമ്പാടുമുള്ള വലിയ വലിയ മജീഷ്യന്മാരെ എന്റെ ക്യൂബിനകത്ത് അകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നിനക്ക് അവരെ കാണുന്ന ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും അവരുടേതായ ഒരു ഇഷ്ടങ്ങളുണ്ടാകും. പക്ഷെ എന്റെ ഇഷ്ടം മജീഷ്യൻസിനെ ക്യൂബിനകത്ത് അടച്ചു വെക്കുക എന്നതാണ്. ഈ ഹോബി വളരെ വ്യത്യസ്തമായതാണ് അല്ലേ രുദ്ര? ക്യൂബ് മജീഷ്യൻ, ഇപ്പൊ ഞാൻ എന്റെ മുത്തശ്ശനെ മാത്രമല്ല, അറസ്റ്റായി കിടക്കുന്ന എല്ലാ മജീഷ്യൻസിനെയും ഞാൻ പുറത്തിറക്കും. ഓ, നീ വളരെ കൊച്ചു ചെക്കനാണ് രുദ്ര. ചെന്നിട്ട് ചെറിയ മാജിക് ഒക്കെ പഠിച്ചിട്ട് നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ക്യൂബ് മജീഷ്യൻ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. നിന്നെ പോലെ കൊച്ചുകുട്ടികളായിട്ട് കളിക്കാനുള്ള സമയം എനിക്കില്ല രുദ്ര. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. രുദ്ര, ഇവിടുത്തെ കണ്ടീഷൻ നോക്കുമ്പോ ഇവിടെ ഒന്നുമില്ലെന്ന് തോന്നുന്നത്.
എനിക്കറിയാം എല്ലാം കാണാതെ പോയിരിക്കാം, പക്ഷെ നമ്മൾ ഇങ്ങനെ വിഷമിക്കുന്നത് കൊണ്ട് ഒന്നിനും പരിഹാരമാവില്ല. നമ്മൾ ആ ക്യൂബ് മജിഷ്യന്റെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് കണ്ടെത്തണം. യെസ്, കിട്ടിപ്പോയി. നമ്മളുടനെ ക്യൂബ് സിറ്റിക്ക് ചെല്ലണം രുദ്ര. അതെന്താ സംഭവം? എനിക്ക് തോന്നുന്നത് നമ്മൾ ക്യൂബ് ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞെന്നാ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യൂബ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്യൂബ് സിറ്റി എവിടെയാ ഉള്ളത്? നമ്മൾ എത്തിക്കഴിഞ്ഞു, പക്ഷെ നമ്മൾ വളരെ അലർട്ടായിട്ട് വേണം പോകാൻ. ഈ സിറ്റി കാണാൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. എങ്ങോട്ട് തിരിഞ്ഞാലും ബ്ലോക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാരും ബ്രില്യന്റ് ആണെന്ന് തോന്നുന്നു. ക്യൂബ് ഗെയിംസ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാട്ടോ. ചേട്ടാ, ഇത് പ്രശ്നമായല്ലോ. ഇത്ര കൊച്ചു കുട്ടികൾക്ക് പോലും ക്യൂബ് കൊടുത്തിരിക്കുക. രാവിലെ മുതൽ രാത്രി കളിച്ചാൽ അവൻ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്റെ ബണ്ടിയുടെ മേലെ സംശയമുണ്ടല്ലേ സഹോദരാ? എല്ലാ കാര്യങ്ങളും പ്രായം കൊണ്ടൊന്നും ശരിയാവില്ല. എന്റെ ബണ്ടി കാണാൻ ചെറുതാ, പക്ഷേ അവന് നിങ്ങളേലും നല്ല ബുദ്ധിയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്നാ ഒരു കാര്യം, നിങ്ങൾ ജയിച്ചാൽ ശരി. ഇനി അഥവാ എന്റെ ബണ്ടിയാണ് ജയിക്കുന്നെന്നുണ്ടെങ്കിലോ അവന് നിങ്ങൾ കുതിര സവാരി ചെയ്യിപ്പിക്കേണ്ടി വരും. അത്ര തന്നെയുള്ളൂ കാര്യം. എനിക്ക് നിങ്ങളുടെ ചാലഞ്ച് ഓക്കെയാണ്. ഇപ്പൊ നിനക്ക് കുതിര സവാരിയല്ലേ ചെയ്യേണ്ടത്, അതിന് തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഈ രംഗീലയുടെ ഒരു കാര്യം എന്താ ഏതാന്ന് മനസ്സിലാക്കാതെ ചാടി ഇറങ്ങിക്കോളൂ. അങ്കിളിന് ഒന്നും അറിയില്ല. അങ്കിളിന് ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനി എന്റെ ടേൺ ആണ്. ഇവൻ ചെറിയ കുട്ടിയൊന്നുമല്ല, വലിയ ക്യൂബ് മാസ്റ്ററാ. ശരി, സമ്മതിച്ചു. ഇവൻ തന്നെ ജയിച്ചത് മാഡം. കുതിര എവിടെയാ ഉള്ളത്? ഞാൻ വണ്ടിയെ കുതിര സവാരി ചെയ്യിപ്പിച്ചേക്കാം. കുതിരയാണെങ്കിൽ നമ്മുടെ സിറ്റിയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കുതിര പുറത്ത് വണ്ടിയെ കയറ്റിട്ട് സവാരി ചെയ്യൂ. എന്താ? വരൂ എന്റെ കുതിര, ടിക് ടിക് ടിക്. വരൂ എന്റെ കുതിര, ടിക് ടിക്. വരൂ എന്റെ കുതിര, ടിക് ടിക് ടിക്. ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും രുദ്ര. നിങ്ങൾ ചെല്ല്, ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചിട്ട് വരട്ടെ. അയ്യോ, വേറെ പണിയില്ലായിരുന്നു എനിക്ക്. ആവശ്യമില്ലാതെ എന്തൊക്കെയോ വായി വിട്ടു ഞാൻ. അയ്യോ, എനിക്ക് വയ്യ അമ്മേ. ഹലോ സാറേ, നിങ്ങളുടെ മേയറിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതെ, ദാ ആ മരത്തിന്റെ അടുത്ത് ഞങ്ങളുടെ മേയർ ഇരിപ്പുണ്ട്. അല്ല, ഇവരൊക്കെ ആരാ? മേയർ സർ, ക്യൂബ് മജിഷ്യൻ ഞങ്ങളുടെ മുത്തശ്ശനെയും ലോകത്തിലെ ഏറ്റവും വലിയ മജിഷ്യൻസിനെയും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവരെ റിലീസ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പൊ അതാണല്ലേ കാര്യം. രുദ്ര, നീ ഇപ്പൊ ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അവൻ ഞങ്ങളുടെ ഹ്യൂസിറ്റിയിലെ ആളാണെങ്കിലും പക്ഷെ ഞങ്ങളുടെ ആളല്ല. കാരണം അവൻ ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അവൻ തന്നെ മാജിക്കൽ പവേഴ്സിന്റെ ശക്തി എപ്പോഴും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. തുടർച്ചയായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവനെ ഈ സിറ്റിയിൽ നിന്ന് മടിച്ചു പുറത്താക്കി. അവനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയതില്ല. സാറേ, അവനൊരു അസിസ്റ്റന്റ് കൂടെ ഇല്ലേ? ചിമ്പു, അവന്റെ ഫാമിലി എന്തെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? ആ അതെ, യെസ്. അവന്റെ ഫാമിലിയും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ അവരോട് നീ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും രുദ്രയെ ചിമ്പുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. രുദ്ര, ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നിനക്ക് അവനെ തോൽപ്പിക്കണമെങ്കിൽ അവന്റെ ക്യൂബ്സിന്റെ മാജിക്കൽ പവർ നിനക്ക് തട്ടിയെടുക്കേണ്ടതായിട്ട് വരും. താങ്ക് യു മേയർ സർ. ഇതാണ് ചിമ്പുവിന്റെ വീട്. താങ്ക് യു.
ഞങ്ങൾക്ക് ചിമ്പുനെ ഒന്ന് കാണണമല്ലോ. ഒരു പ്രാവശ്യം അദ്ദേഹം സെൻസിറ്റിക്ക് വന്നിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ല കൂട്ടുകാരെ മാറി. ഇപ്പൊ ഞങ്ങൾ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് ചിമ്പുവിനെ കാണാന്ന് വിചാരിച്ചു വന്നതാ. പിന്നെ ഈ ഗിഫ്റ്റും കൊടുക്കാന്ന് വിചാരിച്ചു. ആഹാ, ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ചിമ്പു ഇപ്പൊ വീട്ടിലില്ലല്ലോ. ഇനി നിങ്ങക്ക് സമ്മതമാണെങ്കിൽ ഗിഫ്റ്റ് എന്റെ അടുത്ത് തന്നേക്കോ. ആ, 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 അല്ല, ഇപ്പൊ ചിമ്പു എവിടെ ഉണ്ടാവും? എവിടെ ചെന്നാ അവനെ കാണാൻ പറ്റും? ഇനിയിപ്പോ ഓൺ ദി വേ ആണെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. ആ, അവൻ പറഞ്ഞതായിരുന്നു. ഇപ്പോഴേ ഓർമ്മ വന്നത്. അവനേത് സൺസിറ്റിയുടെ പേരാ പറഞ്ഞത്. ആ, അവൻ സൺസിറ്റിയിലുള്ള ഒരു പാലസിൽ അവന്റെ ബോസിന്റെ കൂടെയാണുള്ളത്. എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോ. കുതിര സവാരി ചെയ്ത് ഞാൻ ആകർഷനായിരിക്കും. ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായി പോയല്ലോ. നമ്മുടെ പാലസിൽ നമുക്കെതിരായിട്ട് കെണി വെച്ചിരിക്കുകയാണോ? ആദ്യം ക്യൂബ്സിന്റെ പവർ തട്ടിപ്പറിക്കണം. ഇബൈസ്ക ക്യൂബ് പവർ ഫുള്ളിറ്റോ. രുദ്ര, നീ തിരിച്ചെത്തിയോ? അല്ലെങ്കിൽ തന്നെ നീ വേറെ എവിടെ പോവാനാ? ലോകം വളരെ വലുതാണ്. കുട്ടികൾ ഇങ്ങനെ വഴി തെറ്റിപ്പോയാൽ അത് വളരെ അപകടം പിടിച്ചതാണ്. ചെല്ല്, ക്യൂബിനകത്തിരിക്കുന്ന നിന്റെ മുത്തശ്ശന് ഒരു കമ്പനി കൊടുക്ക്. ബോറടിക്കില്ലേ? ചെല്ല്. മജിഷ്യൻ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്.
Let's go, boom, chick, chick, go! ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ സുന്ദരനാണ്. ഞാൻ രക്ഷപ്പെട്ടു. ശ്ശെടോ, മുത്തശ്ശൻ എവിടെ പോയി? മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശ! രുദ്ര മുത്തശ്ശ, ഇല്ല രുദ്ര, ഞാൻ അറസ്റ്റ് ചെയ്ത എല്ലാ മജീഷ്യൻസിനെയും നീ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. രുദ്ര, നീ വെയിറ്റ് ചെയ്യേ. വളരെ ധീരതയോടെ നീ ഞങ്ങളെ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്. അവനെ അവന്റെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കേണ്ട ജോലി അത് ഞാൻ ചെയ്തുകൊള്ളാം. ജയ്സിംഗ്, പ്ലീസ് എന്നെ ഒന്ന് പുറത്തിറക്ക്. അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു. കുറച്ചു നേരം കൂടി അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ പുറത്ത് കയറി കുതിര സവാരി ചെയ്യുമായിരുന്നു. അവൻ കാരണം അവസാനം ഞാൻ കുതിരയെ മാറേണ്ടി വന്നതാണ്.